ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും റീസെൻ്റ്ലി എന്തായാലും പുതിയ വണ്ടികളൊക്കെ എടുത്ത് കേട്ടാ. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ മെഴ്സഡീസ് ബെൻസ് ജി വാഗണാണ് കേട്ടാ. നൈസ് വണ്ടികളൊക്കെയാണ്. നല്ല രീതിക്ക് എന്തായാലും ഓടിക്കാനൊക്കെ എന്തായാലും പറ്റുന്നുണ്ട് കേട്ടാ. അത് മാത്രമല്ല, ഞാൻ എടുത്ത കളർ എന്ന് വെച്ചാൽ ഒരു അടിപൊളി വൈറ്റ് കളറാണ് കേട്ടോ. ഈ വൈറ്റ് കളർ കാണാനായിട്ട് നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ ഈ ഒരു വണ്ടി കൊണ്ട് ചുമ്മാ കറങ്ങി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ എന്തായാലും ഷിൻചാനും പിങ്ചാനും എന്തായാലും ഉണ്ട് കേട്ടോ. ബാക്കി ഗ്രാനി ടൈഗറൊക്കെ നമ്മുടെ വീട്ടിലാണ് കേസ്. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടാ എനിക്കൊന്ന് ഈ വണ്ടി ഓടിക്കാൻ തരുമോ? എടാ ഷിൻചാനാ, നീ മിണ്ടിപ്പോലെ കേട്ടാ. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ വണ്ടി വാങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ഡിഫൻഡർ ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ വിറ്റിട്ടൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ ഷിൻചാനെ ഞാൻ എന്തായാലും ഓടിക്കാൻ കൊടുത്തേക്കാണ് കേട്ടോ. ഷിൻചാന, നീ ജി വാഗൺ തൊട്ടാൽ നിൻ്റെ കൈ വെട്ടുക കേട്ടാ. ഇല്ല ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ ചേട്ടനോട് ചോദിക്കാതെ എടുക്കില്ല ഫ്രാങ്ക്ലി ചേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്കപ്പോൾ വണ്ടി ഓടിക്കാനൊന്നും ഇല്ല വേറെ. എടാ നിനക്കും തന്നെടാ ആ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ തന്നേക്കണത്. നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തോ വണ്ടി. അത് മാത്രമല്ല, ആ വണ്ടി എനിക്കും എപ്പോഴെങ്കിലൊക്കെ ഓടിക്കാൻ തരണേ ചില ആവശ്യങ്ങൾക്കൊക്കെ. ഞാൻ ഈ വണ്ടി ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കും. ഈ വണ്ടി ഞാൻ മെയിനായിട്ട് എടുത്തത് നല്ല രസമുള്ളതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്ന് വെച്ചാൽ കേട്ടാ. അത് മാത്രമല്ല, നമുക്ക് നല്ല ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ വണ്ടി നല്ല ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ ഇത് മെഴ്സഡീസിൻ്റെ ജി വാഗണാണ് കേട്ടാ. അല്ലാതെ സാധാരണ വണ്ടിയൊന്നുമല്ല കേട്ടാ ഷിൻചാനെ പിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങളപ്പോൾ ഡിഫൻഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും നമുക്കെന്തായാലും ഈ ജി വാഗൺ കൊണ്ടുവന്നാൽ നേരെ വീട്ടിൽ പോകാം കേട്ടോ. അധികം ഓടിച്ചോടിച്ച് വണ്ടി ഇടിച്ച് നശിപ്പിക്കണ്ടേ. ഓക്കെ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു BMW M3 ഉണ്ടായിരുന്നു കേട്ടോ. ആ M3 കൊടുത്തിട്ടാണ് ഞാൻ ഈ ജി വാഗൺ വാങ്ങിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, M3 ഞാൻ കുറേ കാലമായിട്ട് തന്നെ കളർ മാറ്റി കൊണ്ടിടക്കുകയാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തോ ഗൈസ് ഇപ്പം എന്തായാലും ആ വണ്ടി ഉപയോഗിച്ച് മടുത്ത്. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ആ വണ്ടിയൊക്കെ വിറ്റ് ഗൈസ്. ഓക്കെ, ആ വണ്ടി വിറ്റിട്ടാണ് ഈ ജി വാഗൺ വാങ്ങിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ അങ്ങ് നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോവാം. ഇതെന്താണ് ഗായ്സ്, ഇതെന്താണ് ഈ സംഭവിക്കണത്? നമ്മുടെ വീടല്ലേ ഈ കാണുന്നത്? അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മുടെ വീട്ടിൽ എന്താ സുനാമി വന്നാ? എടാ ഇതെന്താ ഫുള്ള് വെള്ളം? സുനാമി വരാൻ ചാൻസ് ഇല്ലല്ലോ. എടാ ഇത് നമ്മുടെ വീട്ടിൽ മാത്രമല്ലേടാ വെള്ളം വന്നുള്ളൂ. ഇത് വെള്ളം തന്നെ അതല്ല പേപ്പറോ സ്പോഞ്ചാലോ ആണോ നോക്കട്ടെ. ഞാൻ നമ്മുടെ ഈ ജി വാഗൺ കൊണ്ടെന്തായാലും രണ്ടും കളിപ്പിച്ച് അകത്ത് കയറാൻ പോവാണ്. എൻ്റെ പൊന്നടാവേ, എടാ ഇത് വെള്ളം തന്നെടാ. അയ്യോ, ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ പോച്ചാ? അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, ജി വാഗൺ ഓഫായി പോയാ? അടിപൊളി കേസ്, നമ്മുടെ ജി വാഗൺ. ഓക്കെ, ജി വാഗൺ നൈസായിട്ട് ഓഫായി പോയി കേസ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല കേസ്. ഓക്കെ, അടിപൊളിയാ. നേരത്താന്ന് എനിക്ക് വണ്ടി കയറ്റാൻ തോന്നിയാ. എടാ ഷിൻചാനെ പിങ്ചാനെ നിങ്ങൾ ഇറങ്ങടാ. ഗ്രാനി ടൈഗറൊക്കെ എവിടെയാണെന്നോ വണ്ടി അനങ്ങണില്ല കേസ്. അടിപൊളി. ഓക്കെ, എടാ നമ്മുടെ ഡിഫൻഡർ മുങ്ങിപ്പോയടാ. ജി വാഗൺ മാത്രമല്ല, നമ്മുടെ ഡിഫൻഡർ കൂടെ മുങ്ങിപ്പോയി. ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരുന്നു കേസ്. ഓക്കെ, ഞാൻ അരച്ച് വേറെന്തോ സാധനം. ഇത് മൊത്തം വെള്ളമാണല്ലോ. എൻ്റെ കളി നമ്മുടെ മറ്റേ ഏതാണ് മെഴ്സഡീസ് ബെൻസ് മുങ്ങിപ്പോയത് ഇച്ചിരി സീനായ കേസൊക്കെ. ഇത് പിന്നെ പഴയ വണ്ടിയാണ്, മുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേ നമ്മളിപ്പോൾ ഇറക്കിക്കൊണ്ട് വന്നതിലുള്ളൂ. ഇതാരോ മനഃപൂർവ്വം നമ്മുടെ വീട്ടിലെടുത്ത് ഒഴിച്ചതാണ് കേട്ടോ വെള്ളം എന്ന് വെച്ചാൽ. ഓക്കെ, എൻ്റെ പൊന്നെ, വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മുടെ വീടിൻ്റെ മുകളിൽ ജിമ്മുണ്ടല്ലോ, നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് വരാം. എടാ അതിനു മുമ്പേ നമ്മുടെ ടൈഗറിനെ ഗ്രാനിയൊക്കെ നോക്കടാ. ഗ്രാനി ടൈഗർ നിങ്ങളവിടെ? ഗ്രാനി ടൈഗർ നിങ്ങളവിടെ? ഗ്രാനി ടൈഗർ. നിങ്ങൾക്ക് ആരുടെ ഇവിടെ കയറാൻ പറഞ്ഞു? ഈ വീട്ടിൽ ആരുടെ വെള്ളം കോരടിച്ചാ അതൊക്കെ അറിഞ്ഞൂടെ ഫ്രാങ്ക്ലിൻ മോനെ? ഞങ്ങളിവിടെ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം വലുതായിട്ട് ഒരു തിരമാല പോലെ അടിച്ച് ഫുള്ള് വെള്ളം വീടിനകത്ത് കയറി. ബെസ്റ്റ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തു, നേരെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കും. ഞാൻ ഷിൻചാനെ പിങ്ചാനെ ഇവിടെ ഫുള്ള് നോക്കിയിട്ട് വരാം. മോനെ. എടാ ഷിൻചാനെ പിങ്ചാനെ വാടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ടൈഗറിന് ഗ്രാനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലടാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ജസ്റ്റ് നല്ലതായിട്ടേക്ക് മുങ്ങിപ്പോയി. എൻ്റെ ദൈവമേ, എടാ ഷിൻചാനെ പിങ്ചാനെ, നമ്മുടെ ജിമ്മിൻ്റെ സാധനങ്ങളെല്ലാം മുങ്ങിപ്പോയടാ. അടിപൊളി. നമ്മുടെ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ മുങ്ങിപ്പോയി കേസ്. ഓക്കെ, ബെസ്റ്റ്. ഇതെന്താണല്ലേ ഫുള്ള് വെള്ളം കയറേണ്ട? ഇതെന്താന്ന് വെള്ളം ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ നിൽക്കണേണ്ട? അതാണ് എനിക്ക് മനസ്സിലാവാത്തതുണ്ട്. ഓരോ എക്യുപ്മെൻറ്റിൻ്റെ മണ്ടൊക്കെയാണ് കൂടുതൽ വീണേന്ന് വെച്ചാലേണ്ടാ. എൻ്റെ പിന്നെ ഡമ്മെല്ലാം മണ്ടയ്ക്ക് വീണാലും കുഴപ്പമില്ല. നമ്മൾ മറ്റേ ത്രെഡ്മിലൊക്കെ അല്ല, അതാണ് മൊത്തം മുങ്ങിപ്പോയെന്ന് വെച്ചാലേണ്ടാ.
എന്താ അവസ്ഥയല്ലേ ഗൈസ് ഏട്ടാ, മൊത്തം വെള്ളം കയറുക കേട്ടോ വീട്ടില്. ഫുള്ള് വെള്ളം കയറിയേക്കാണ് കേട്ടോ വീട്ടിലൊക്കെ. ഈ വീടിന് ഒരു ഉപയോഗത്തിന് കൊള്ളൂല ഗൈസ്. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടാ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഡ്രോൺ വെച്ച് പറത്തി നോക്കിയാലോ? ആടഷിഞ്ചന, നീ പറഞ്ഞ ശരിയാണ്, നമുക്കിപ്പോൾ നോക്കി നോക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ അങ്ങോട്ട് പറത്ത്, അങ്ങോട്ട്. ആടഷിഞ്ചന എനിക്ക് അത്യാവശ്യം കാണാം. ഫ്രാങ്ക്ലി ചേട്ടാ ഡ്രോൺ വെള്ളത്തിൽ പോവോ? ആടഷിഞ്ചന ഇത് വാട്ടർ പ്രൂഫാണ്, ഇടാണ്ട് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ പൊന്ന്, എൻ്റെ മോനെ ഫ്രാങ്ക്ലി ചേട്ടാ നമ്മുടെ വീട് നോക്ക്. ആടഷിഞ്ചന, നീ പറഞ്ഞ ശരിയാണടാ, നമ്മുടെ വീട് മൊത്തം മുങ്ങിയല്ലേ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, പക്ഷെ എൻ്റെ പൊന്നെ നമ്മുടെ വീട് ഒരു ബീച്ച് പോലെ ആയല്ലോ. ഒരു മിനിറ്റ് ഫ്രാങ്ക്ലി ചേട്ടാ, ഇത് കണ്ട, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ, ബാക്ക് സൈഡിലുണ്ട് ഒരു തുള്ളി പോലും വെള്ളം വീണിട്ടില്ല. അതിനർത്ഥം ഇത് ആരും മനഃപൂർവ്വം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒറിജിനൽ വെള്ളം ആയിരിക്കില്ല, എന്തെങ്കിലും കെമിക്കലെല്ലാം വെച്ച് ഉണ്ടാക്കിയ വെള്ളമായിരിക്കും. ആടഷിഞ്ചന, നീ പറയാൻ ശരിയാണ്, ഈ വെള്ളത്തിനാണ് ഒരു സ്കൈ ബ്ലൂ കളറാണ്. വെള്ളത്തിന് സാധാരണ കളർ കാണാനില്ല, ഇത് മറ്റേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള പോലത്തെ വെള്ളമാണ്. സാധാരണ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിനൊക്കെ ആണെങ്കിൽ ഒരു ട്രാൻസ്പാരൻ്റ് ആണ്. ഇതപ്പോൾ എന്തോ ഒരു സ്വിമ്മിംഗ് പൂൾ, എന്തോ കെമിക്കൽ വെച്ച് ചേർത്തുണ്ടാക്കിയ വെള്ളമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്ക് പോലെ നിൽക്കുന്നത്. ഹായ് ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മളെ തന്നെ നമ്മൾ ഡ്രോണിൽ കൂടെ കാണല്ലോ. എടാ ഷിഞ്ചനൊന്ന് വാടച്ചിരിയടാ. ഫ്രാങ്ക്ലി ചേട്ടാ ഇത് നോക്ക്, നമ്മുടെ താണ്ട ജീവാഗണൊക്കെ മുങ്ങിപ്പോയി. ആടാ നീ പറഞ്ഞ ശരിയാണടി, നീ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് തോന്നിയേ. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മളെന്താ ആഗ്രഹിച്ചെടുത്ത വണ്ടിയല്ലേ, അതിപ്പോൾ ആകെ മുങ്ങിയ അവസ്ഥയല്ലേ. പക്ഷേ ഞങ്ങൾക്കെങ്കിലും ഓടിക്കാൻ വെച്ചിരുന്ന ആ ഡിഫൻഡർ അതും മുങ്ങി. എന്ത് ചെയ്യാനല്ലേ ഗായ്സ്, അത് തന്നെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമ്മളങ്ങനെ എന്തായാലും ഡ്രോൺ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും മൊത്തം എന്തായാലും നോക്കാം കേട്ടാ. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ അല്ല ഗ്രാനി. ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല ഈ വീട് കളഞ്ഞിട്ട് വാ ഗ്രാനി. നമുക്കില്ല, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലാണെങ്കിൽ കുറച്ച് സ്റ്റിക്കി ബോംബ് ഇരിക്കുകയല്ലേ, ഈ സ്റ്റിക്കി ബോംബ് വെച്ച് എറിഞ്ഞു നോക്കാം കേട്ടോ. ചിലപ്പോൾ തീ അടിച്ചെല്ലാം കൂടെ വെള്ളം എല്ലാം കൂടെ പോയാൽ, അല്ലെങ്കിലും തീയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ കെട്ടുപോകും ഗൈസ്. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ ഇപ്പോൾ 2 കളിപ്പിച്ച് എന്തായാലും കുറേ നമ്മുടെ സ്റ്റിക്കി ബോംബ് എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വണ്ടിയിലും കൂടെ എറിയാം ഗൈസ്. ഓക്കെ, ആ വണ്ടിയിൽ ഒന്നിനും കൊള്ളൂല കേട്ടോ, മൊത്തം വെള്ളം കയറി. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ എറിയണ്ട, ചിലപ്പോൾ വണ്ടി ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ. നീ പറഞ്ഞ ശരിയാണോടാ ഷിഞ്ചാനെ, നമുക്കപ്പോൾ എന്നല്ല ഇവിടെ മൊത്തം എറിയാം കേട്ടാ. അയ്യോ ജീവാകൾ സ്റ്റിക്കി ബോംബ് വീടല്ലേ, എന്നാൽ വണ്ടി പൊട്ടിത്തെറിക്കും. വെള്ളത്തിൽ സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ആവുമെന്തോ. ഓക്കെ, ആക്ടിവേറ്റ് ആവത്തില്ല കേട്ടോ, സാധാരണ വെള്ളത്തിലാണെങ്കിൽ ആക്ടിവേറ്റ് ആവത്തില്ല ബോംബ്. ഓക്കെ, തീയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് കെട്ടുപോകും ഗൈസ്. ഓക്കെ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, ചിലതാണെങ്കിൽ തീ വലുതായിട്ട് കൂടി ഗൈസ്. ഓക്കെ, ആൾക്കത്തും. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും അല്ലേ ഫുള്ളായിട്ട് എന്തായാലും സ്റ്റിക്കി ബോംബ് വലിച്ചെറി. അയ്യോടെ ഒരെണ്ണം വണ്ടിയിൽ കൊണ്ടുവന്നു കേട്ടാ. കുഴപ്പമില്ല. ഓക്കെ, ചിലപ്പോൾ ഈ സാധനം ആക്ടിവേറ്റ് ആവത്തുള്ളൂ കേട്ടോ. എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഡിഫൻഡറും അതേപോലെ തന്നെ ജീവാഗണം നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറക്കണം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എടുത്ത വണ്ടിയാണ് കേട്ടോ. ഫ്രാങ്ക്ലി ചേട്ടാ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് എന്തൊരു ഉപയോഗം? എടാ ഷിഞ്ചനെ ഞാൻ പറഞ്ഞുതരാടാ, നീ അത് വാടച്ചിരി. ഫ്രാങ്ക്ലി ചേട്ടാ നമ്മൾ ഈ വീട് മൊത്തം നശിപ്പിക്കാൻ പോകണാണ്. ഇല്ലടാ ഷിഞ്ചനെ, ഞാൻ ചെയ്യട്ടാ, എന്നെ സമ്മതിക്കാവോ? ഫ്രാങ്ക്ലി ചേട്ടാ. ഷിഞ്ചന നീ ഫ്രണ്ടിയും തള്ളു, എടാ പിഞ്ചന നീ സൈഡിയും തള്ളു, അപ്പോൾ പെട്ടെന്ന് വണ്ടി വെളിയിലോട്ട് ഇറക്കാലോ. ഫ്രാങ്ക്ലി ചേട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ അല്ലേ ജീവാഗണം നമ്മളെന്തായാലും തള്ളി ഇറക്കിക്കൊണ്ട് എന്തായാലും നിൽക്കണം കേട്ടാ. ഷിഞ്ചന ഇറക്ക. അങ്ങനെ തന്നെ. പോട്ട്. യെസ്, അങ്ങനെ ഫൈനലി ഇങ്ങനെ ജീവാഗണം അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ മൊത്തം സ്റ്റിക്കി ബോംബ് ഇട്ടാണ് കേട്ടോ, വണ്ടി പൊത്തിത്തെറിക്കാൻ ചാൻസ് ഉണ്ടടാ. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇല്ലേ നൈസായിട്ട് എന്തായാലും വണ്ടി എന്തായാലും അങ്ങോട്ട് എന്തായാലും മാറ്റിയിടാം കേട്ടോ. ഓക്കെ, വണ്ടി ഓണാവണില്ലല്ലോ. എടാ ഷിഞ്ചന ആങ്ങി തള്ളടാ. ഫ്രാങ്ക്ലി ചേട്ടാ ലാൻഡ് റോവറിൻ്റെ നമ്മുടെ ഡിഫൻഡറും കൂടെ അത് വേണോ? അത് പോട്ടെടാ, വെള്ളത്തിൽ പോട്ട്. എന്തോടെ ഫ്രാങ്ക്ലി ചേട്ടാ, ചേട്ടൻ പൈസയ്ക്ക് വിലയില്ലേ? ശരി ഗൈസ്, അല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും ഈ വണ്ടി കൊണ്ട് ഇടിച്ച് നശിപ്പിക്കും ഗൈസ്. ഓക്കെ, അതിനേക്കാളും നല്ലത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വണ്ടി കത്തിച്ചളനാണ് ഗൈസ്. ഓക്കെ, ഈ വീടും ഈ വണ്ടിയൊന്നും ഇനി ഒന്നിനും കൊള്ളൂല കേട്ടോ. ജീവാകണം ഇനി ഒരു കാര്യമില്ല, മൊത്തം വെള്ളം കയറി നാശം കേട്ടാ. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ തള്ളാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് നീന്താൻ അറിയാമല്ലോ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള. ഫ്രാങ്ക്ലി ചേട്ടാ, എന്തിനോടെ ഈ വണ്ടി ഭയങ്കര വെയിറ്റ്. പക്ഷെ എൻ്റെ പൊന്നെ ഈ വണ്ടിക്ക് സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. ഷിഞ്ചാൻ ആങ്ങി തള്ളടാ. ഫ്രാങ്ക്ലി ചേട്ടാ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി അനങ്ങണയില്ലല്ലോ. പോട്ട്. അങ്ങനെ ആയത് റാം പോലത്തെ ആ ഏരിയ വരെ എത്തിച്ചാൽ മതി, ബാക്കി ഞാൻ ഏറ്റോളാം. മതി പോട്ട്. അങ്ങനെ തന്നെ. പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്താണ് സംഭവിച്ചത്? വണ്ടി എന്തോ ബ്ലോക്ക് ആയത്. പോട്ട്. യെസ്, അങ്ങനെ നമ്മളങ്ങനെ ഡിഫൻഡറും കൂടെ നമ്മളെന്തായാലും
വെള്ളത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാണല്ലേ, ഷിൻചാനും പിങ്ചാനൊക്കെ തള്ളിയാണ് ഇതുവരെ എത്തിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇതെന്തായാലും മാറ്റിയിടാം ഗൈസ്. ഓക്കെ, പക്ഷേ എൻ്റെ അമ്മച്ചി ഒന്നും പറയണ്ട ഗൈസ്. ഓക്കെ, എടാ ഷിൻചാനും പിങ്ചാനും അപ്പോൾ നമുക്ക് ബോംബ് ആക്ടിവേറ്റ് ചെയ്താലോ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ബോംബ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമോ? നമുക്ക് എന്തായാലും നോക്കിയോ കേട്ടാ. എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് എൻ്റെ പൊന്നെ ഇതെന്താണ് ഈ സംഭവിച്ചത്? അല്ലോടാ ഷിൻചാനെ, ഇതിപ്പോൾ ആകെ പണിയായല്ലോ. എടാ നമ്മുടെ ജീവൻ പൊട്ടിത്തെറിച്ചടാ. നമ്മൾ ഇത്രയും നേരം തള്ളി വെളിയിലോട്ടാക്കിയതല്ലേ വെറുതെ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ അങ്ങോട്ട് ബോംബ് എടുത്തെറിഞ്ഞപ്പോൾ ബോംബ് ഈ വണ്ടിയിലെന്തോ കൊണ്ടുവന്നു, അങ്ങനെയാണ് ഈ വണ്ടി പൊട്ടിത്തെറിച്ച. ആടെ ഷിൻചാന, നീ പറഞ്ഞ ശരിയാണ്. നന്നായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ, വണ്ടി പോയി. ഒരു കുഴപ്പമില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കാം. എന്നാലും ഇത് ചെയ്തോന്നെ വെറുതെ ഇടില്ല കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും ഒരു പുതിയൊരു വീട് എന്തായാലും വാങ്ങിച്ച് അങ്ങോട്ടേക്ക് എന്തായാലും മാറാം കേട്ടാ. നമ്മുടെ ജീവാഗൺ പോയി കേട്ടോ. എന്തായാലും നമ്മുടെ ഡിഫൻഡർ ഉണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഓക്കെ, നമുക്ക് എന്തായാലും അല്ലേ വേറെ ജീവാഗൺ വാങ്ങാം കേസ്. ഓക്കെ, അതിന് ശരിയാക്കണമെങ്കിൽ തന്നെ നല്ല പൈസയാവും കേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ഈ വണ്ടി വെച്ചിട്ട് എന്താ ചെയ്യാം നമുക്ക്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, വണ്ടി കത്തിക്കല്ലേ, എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലോ ഏട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ കത്തിക്കല്ലെന്ന് പറയുമ്പോൾ അതിനെയും കൂടെ കത്തിച്ചാ. എടാ ഷിൻചാൻ, എൻ്റെ എഞ്ചിൻ മൊത്തം പോയടാ. ഈ വണ്ടി ശരിയാക്കണമെങ്കിൽ തന്നെ ഈ വണ്ടിയുടെ പകുതി പൈസ, അതിനേക്കാളും നല്ല പുതിയ വണ്ടി വാങ്ങിക്കണേണ്. ശരി, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാട്ടോ, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഞങ്ങളുടെയൊക്കെ വിധം അറിയും. അല്ല പിന്നെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും ഒരു കിടിലം വീഡിയോ വീണ്ടും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യണേ. എല്ലാവരും ഷെയറൊക്കെ ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂട്ടുകാർത്തൊക്കെ മാക്സിമം എന്തായാലും ഷെയറും കണക്കെ എന്തായാലും ചെയ്ത് എന്തായാലും കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.